വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 6 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ സബ്ജക്റ്റ് ആണ് ബിസിനസ് മാനേജ്മെന്റ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ SI പാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ലാസ്റ്റ് 3-4 വർഷങ്ങളായിട്ട് 3 പാർട്ടിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പാർട്ട് SI പാർട്ടാണ്. കാരണം സാധാരണ ബിസിനസ് മാനേജ്മെൻറ്റിലെ SI ചോദ്യങ്ങൾ സിമ്പിളായിട്ടുള്ളത് എപ്പോഴും ഇടാറുള്ളതാണ്. ഇതിൽ സിമ്പിളായിട്ടുള്ളത് ഇടുന്നുണ്ടെങ്കിലും വളരെ ചോദിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ മാറി മാറി ഇവരിപ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തലയിൽ വെച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. 4 എണ്ണത്തിൽ എങ്ങനെ പോയാലും 2 എണ്ണം ഡിഫിക്കൽട്ടായിട്ടുള്ളത് അവർ ഇടുന്നുണ്ട് കേട്ടോ. സോ എന്തായാലും നമ്മൾ നിർബന്ധമായും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്നൊരു ചോദ്യം എല്ലാ പ്രാവശ്യവും വരുന്നുണ്ട്. സോ എന്താണ് ബിസിനസ് എത്തിക്സ്? നിർബന്ധമായും പഠിക്കുക. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കും. ദെൻ പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് അങ്ങനെയും ചോദിക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം. ഇതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് മോട്ടിവേഷൻ തിയറീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മോട്ടിവേഷൻ തിയറീസ്, അതിൽ മെഗ്രഗറിൻ്റെ ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. മെഗ്രഗേഴ്സ് X and Y theory X and theory Y എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ലീഡർഷിപ്പ്. അത് ചിലപ്പോൾ 5 മാർക്കിലേക്ക് ആവാൻ വരാം. സ്റ്റൈൽസ് എന്താണ്? ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ. ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ, അതും നോക്കി വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ നോക്കി വയ്ക്കുക. ഇതൊക്കെ സാധാരണ വരാത്തൊരു ചോദ്യം SIക്ക്, പക്ഷെ അത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എക്സ്പ്ലെയിൻ ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ്. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ CSR, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഇതിനെക്കാട്ട് മുമ്പ് വന്നിട്ടുണ്ട്. CSR എന്താണ്? അതിനെ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് എന്താണ് CSR ചോദിച്ചിട്ടുള്ളതാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR എന്താണ്? ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് CSR ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. TQMനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. TQM എന്താണ്? 8 പ്രൈമറി എലമെന്റ്സ് TQMനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്
എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8 പ്രൈമറി എലമെൻറ്റ്സ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ ഫിഷ് ബോൺ ഡയഗ്രാം, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. ഫിഷ് ബോൺ ഡയഗ്രാം എന്താണ്? ഡയഗ്രാം എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ആക്ടിവിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ കൺട്രോൾ സിസ്റ്റം, കൺട്രോളിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. കൺട്രോളിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ള ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഓർഗനൈസിങ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടിയിട്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ്. അപ്പോൾ പലപ്പോഴും ഈ ഒരു സബ്ജക്റ്റിലെ എസ്സേ പാർട്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള വരാറുണ്ട്. എന്നാലും ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയാൽ ഇതിലത്തെ പല കാര്യങ്ങളും എസ്സേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 മാർക്കിലേക്ക് ഇടും. മാറി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആദ്യത്തെ എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എപ്പോഴും കമ്പൽസറി ആയിട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് നോക്കി വെച്ചോളൂ. എന്താണ് ബിസിനസ് എത്തിക്സ്, ഇമ്പോർട്ടൻസ്, അതിൻ്റെ ബേസിക്സ് നോക്കുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, മോട്ടിവേഷൻ തിയറീസ് ചോദിക്കാറുണ്ട്. ലീഡർഷിപ്പിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ്സ് റിപ്പീറ്റ് അല്ല, ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. CSR വന്നിട്ടുണ്ട്. TQM റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ബട്ട് എസ്സേക്ക് ഇടാറില്ല. 5 മാർക്കിന് ചോദിക്കുന്നത് ഒരു പ്രാവശ്യം എസ്സേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫിഷ് ബോൺ ഡയഗ്രാം നോക്കി വയ്ക്കുക. ലോജിസ്റ്റിക് മാനേജ്മെന്റ്, കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ എസെൻഷ്യൽസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എസ്സേ പാർട്ടിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലാരിറ്റി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സ് ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.